പ്രീ ഡിഗ്രിക്ക് NSS കോളേജ് ചങ്ങനാശ്ശേരിയിലായിരുന്നു. അപ്പോൾ ഇക്കണോമിക്സ് തന്നെ തിരഞ്ഞെടുത്തു. അതായത് അന്നത്തെ പലരും ചോദിച്ചിട്ടുള്ള ചോദ്യം, നക്ഷത്രത്തിലൊക്കെ ഉണ്ടായിട്ട് എന്തുകൊണ്ട് സയൻസ് വിഷയങ്ങൾ എടുത്തില്ല. കാര്യം അന്ന് 3 വിഭാഗങ്ങളായിട്ടാണല്ലോ പ്രീ ഡിഗ്രി, 4 വിഭാഗങ്ങളാണ്. പൊതുവേ 3 വിഭാഗങ്ങളാണ്. അതായത് ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ്, തേർഡ് ഗ്രൂപ്പ്, ഫോർത്ത് കൊമേഴ്സാണ്. ഫസ്റ്റ് ഗ്രൂപ്പിന് മാത്സാണ് പ്രധാനം, സെക്കൻഡ് ഗ്രൂപ്പിൽ ബയോളജിയാണ് പ്രധാനം. അപ്പം അന്ന് പലരും ഈ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് വിദ്യാർത്ഥികളെയും കണ്ടിരുന്നത്. സമർത്ഥരൊക്കെ ഫസ്റ്റും സെക്കൻഡും, കണക്കറിയാവുന്നവൻ ആദ്യം സമർത്ഥനാണ്, അതുകൊണ്ട് അവൻ ഫസ്റ്റാണ് എന്നുള്ള ഒരു രീതിയിൽ. പക്ഷേ ഫിസിക്സും കെമിസ്ട്രിയും രണ്ടും കോമൺ ആണ്. ഇന്നത്തെ പോലെ രണ്ടും എടുത്ത് പഠിക്കാനുള്ള സൗകര്യങ്ങൾ അന്ന് ഉണ്ടായിരുന്നില്ല. ഫോർത്ത് ഗ്രൂപ്പ് എല്ലായിടത്തും ഉണ്ടായിരുന്നില്ല, ഇപ്പം അത് എല്ലായിടത്തും ഉണ്ട്. അന്നിങ്ങനെ വരുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ തന്നെ തേർഡ് ഗ്രൂപ്പിൽ ചേരുമ്പോൾ ആ ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ്സുള്ള 2 പേരേ ഉണ്ടായിരുന്നുള്ളൂ, ഞാനും വേറൊരു. അത് അധ്യാപകർ അന്ന് ചോദിക്കുകയും ചെയ്തു, ഇവിടെ ഫസ്റ്റ് ക്ലാസ്സുകാരും ഇല്ല എന്ന് അറിയാം, അതുകൊണ്ട് ചോദിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ 2 പേരും എഴുന്നേറ്റ്. അപ്പോൾ അവിടെയും ചോദിച്ചു, ആ ക്ലാസ് എടുക്കാമെന്ന അധ്യാപകനും ചോദിച്ചു, നിങ്ങളെന്തിനാ ഇങ്ങോട്ട് പോകുന്നത്? അത് കണക്കിനും എനിക്ക് ഫസ്റ്റ് ക്ലാസ് മാർക്കുണ്ടായിരുന്നെങ്കിലും കണക്കിനോട് ഒരു ഉത്ഭയമുണ്ടായിരുന്നു. പിന്നെ വരയ്ക്കുന്നതിന് അത്ര സാമർഥ്യം ഉണ്ടായിരിക്കും. സയൻസ് വിഷയങ്ങൾക്ക് വരയ്ക്കലും വേണമല്ലോ. പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ, നേരത്തെ തന്നെ വീടിനടുത്തുള്ള 1-2 പേര് ഈ എക്കണോമിക്സ് വിഷയങ്ങൾ എടുത്തിരുന്നതുകൊണ്ട് എനിക്ക് എക്കണോമിക്സിനോടും ഹിസ്റ്ററിയോടും ഒരേപോലെ താല്പര്യമുണ്ടായിരുന്നു. അപ്പം സയൻസ് വിഷയം അല്ലെങ്കിൽ പലരും അഡ്വൈസ് ചെയ്തത് എക്കണോമിക്സ് ആണ് എന്നുള്ളതാണ്. പിന്നീട് ആ വിഷയത്തോട് സ്വാഭാവികമായ ഒരു താല്പര്യം വന്നു എന്നുള്ളത് വേറൊരു കാര്യം. അപ്പോൾ അതുകൊണ്ട് സയൻസ് വിഷയം വേണ്ട, എന്നാൽ പിന്നെ തേർഡ് ഗ്രൂപ്പ് ആവട്ടെ. കാര്യം ഫോർത്തിന് പോയ അക്കൗണ്ടൻസി പിന്നെയും മാത്സ് ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഇതെടുക്കാനുണ്ടായ കാരണം. മാത്രമല്ല ഈ ചരിത്രത്തോടും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അച്ഛൻ്റെ ഒരു സ്വാധീനത്തിൽ ഈ ചരിത്രത്തോടുള്ള ഒരു താല്പര്യം. കാര്യം അത് 2 വിഷയങ്ങൾ ചരിത്രം, ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി ഉണ്ട്. ഞാൻ പിന്നീട് എക്കണോമിക്സാണ് എടുത്തതെങ്കിലും പ്രീ ഡിഗ്രിക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയ ഇന്ത്യൻ ഹിസ്റ്ററി എടുത്ത നാരായണ പണിക്കർ സാറിനോടായിരുന്നു. കാര്യം സാറിൻ്റെ അവിടെ അന്ന് PGക്ക് ഹിസ്റ്ററി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ PGക്ക് സാർ ഇന്ത്യൻ ഹിസ്റ്ററി എടുത്തിരുന്നു. പലപ്പോഴും സാർ ആ PGക്ക് പഠിപ്പിച്ചിരുന്ന പല കാര്യങ്ങളും പ്രീ ഡിഗ്രിക്കും ഒന്ന് പറയുമായിരുന്നു. അതുകൊണ്ട് പണിക്കർ സാറ്, പക്ഷേ അന്നൊന്നും സ്കൂളിലെ പോലെ ഒരു നേരിട്ടൊരു ബന്ധം അധ്യാപകരുമായിട്ടില്ല. കാര്യം ഒരു ക്ലാസ്സിൽ 80-90 കുട്ടികളാണ് ഇരിക്കുക. എനിക്ക് ഈ +2 വന്നതിനോടുള്ള ഒരു യോജിപ്പും അതാണ്. പലരും +2 വിഭജിക്കുമ്പോൾ താല്പര്യം, വിരുദ്ധാഭിപ്രായം പറഞ്ഞിരുന്നെങ്കിലും എൻ്റെ ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രീ ഡിഗ്രി കോളേജിൽ നിന്ന് മാറ്റിയത് നന്നായി എന്നുള്ള അഭിപ്രായം. കാരണം പ്രീ ഡിഗ്രിക്ക് ഉള്ള സമയത്ത് 3 വിഷയങ്ങളാണ് നമ്മൾ സബ്ജക്റ്റായിട്ട് എടുക്കുക, ഭാഷയല്ലാത്ത. പിന്നീട് 2 ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ്, മലയാളം. അപ്പോൾ അതിൽ ഇംഗ്ലീഷിന് 3 പേപ്പറുണ്ടാവും, മലയാളമിലെ ഹിന്ദി 2 പേപ്പർ, ഒരു പേപ്പർ സയൻസ് റിലേറ്റഡാണ്. അന്ന് പ്രീ ഡിഗ്രിക്ക് അതൊരു റിക്വയർമെൻ്റ് ആയിരുന്നു. അതായത് സയൻസ് വിഷയം എടുക്കുന്നവർ സോഷ്യൽ സയൻസിൻ്റെ ഒരു പേപ്പറും
ഇത് തേർഡ് ഗ്രൂപ്പ് എടുക്കുന്നവർ സയൻസിൻ്റെ ഒരു പേപ്പറും പഠിക്കണം എന്ന് പറഞ്ഞാൽ ജനറൽ സയൻസാണ്. പക്ഷെ അന്നുണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ട് ഇതാണ്, അതായത് നമ്മൾ അതുവരെ മലയാളം പഠിച്ചു വന്നിട്ട് പെട്ടെന്ന് മുഴുവൻ കാര്യങ്ങൾ ഇംഗ്ലീഷിലേക്ക് പോയി. അപ്പോൾ അത് ഇംഗ്ലീഷ് കൂടുതൽ പരിശീലിച്ചു വരാത്തവരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാര്യം സയൻസ് വിഷയമാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഷാർപ്പായിട്ട് എഴുതാം. അന്ന് ഈ ഹിസ്റ്ററി എക്കണോമിക്സ് ഒക്കെ ചോദിക്കുന്ന ഒരു രീതി 10 ചോദ്യം ചോദിക്കും, വേറെ ഷോർട്ട് ക്വസ്റ്റ്യനൊന്നുമില്ല, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യനുമില്ല. കോളേജ് ലെവലിൽ 10 ക്വസ്റ്റ്യൻ ചോദിക്കും, 5 എണ്ണം എഴുതണം. ഫസ്റ്റ് ഇയറിൽ പരീക്ഷയില്ല, ഫസ്റ്റിൻ്റെയും സെക്കൻഡിൻ്റെയും കൂടെ പരീക്ഷ ഒരുമിച്ച്. അപ്പോൾ ഹിസ്റ്ററിക്ക് 2 പേപ്പർ, അതായത് വേൾഡ് ഹിസ്റ്ററി 2 പേപ്പർ, ഇന്ത്യൻ ഹിസ്റ്ററി 2 പേപ്പർ 4, എക്കണോമിക്സിന് 2 പേപ്പർ 6, ഇംഗ്ലീഷിൻ്റെ 3, 6, 3, 9, സെക്കൻഡ് ലാംഗ്വേജിൻ്റെ 2 പേപ്പർ 11, സയൻസ് 12 പേപ്പർ. നമ്മളിതെല്ലാം കൂടി ഇൻറ്റേർണൽ മാർക്കൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ 2 വർഷത്തെയും കൂടെ പഠിച്ച് 2ാം വർഷം എഴുതണം. അത് 12 ദിവസവും ഏതാണ്ട് എൻ്റെ ഓർമ്മ അടുപ്പിച്ചുള്ള പരീക്ഷ പറ്റും. ഇടയ്ക്ക് ആ ശനി ഞായറും ഉള്ള ഇതേ കിട്ടുള്ളൂ. ഇവിടെ ഉള്ള പ്രത്യേകത എന്ന് വെച്ചാൽ 3 മെയിൻ പേപ്പറല്ലേ. അപ്പോൾ ഈ നിങ്ങൾ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിനോട് അറ്റാച്ച്ഡ് അല്ല, എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റിനോട് അറ്റാച്ച്ഡ് അല്ല. ഭാഷാ വിഷയങ്ങൾ എടുക്കുന്നവരെന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മെയിൻ സബ്ജക്റ്റ് ഇതല്ലല്ലോ, അപ്പോൾ ഞങ്ങളുടെ ക്ലാസ് എടുത്തിട്ട് ഞങ്ങൾ പോരും. അപ്പോൾ അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിൽ കാര്യമായ ബന്ധങ്ങളില്ല. ചിലർ ഇപ്പോൾ ഞങ്ങളൊക്കെ പോയി അധ്യാപകരുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കുമായിരുന്നു. ഒന്നാമത് ഈ 80-90-ഇടയിൽ 10% കൂടെ വരുന്നതുകൊണ്ടൊരു 10-88 കുട്ടികൾ ഒരു ക്ലാസ്സിലുണ്ടാവും. ഒരു വലിയ ഹാളിലേക്ക് ഒരു ഓഡിറ്റോറിയത്തിൽ നിൽക്കുന്ന പോലെയാണ് ആളുകൾ ഇരിക്കുന്നത്. ഇപ്പം വ്യക്തിബന്ധങ്ങളില്ല. UGC ഒക്കെ പറയുന്നത് ഒരു അധ്യാപകൻ കോഴ്സ് കഴിയുമ്പോൾ ഒരു വിദ്യാർത്ഥിയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉൾപ്പെടെ അറിഞ്ഞിരിക്കണമെന്ന്. വ്യക്തിയെ പോലും അറിയാത്ത കാര്യം. ഉദാഹരണത്തിന് 2ാമത്തെ വർഷം ഞാൻ എക്കണോമിക്സിലെ അധ്യാപകൻ പരമേശ്വരൻ സാറിനെ പരിചയപ്പെട്ടു വഴിയിൽ വെച്ച്. സാറേ ഈ ക്ലാസ് ടെസ്റ്റോ എന്തെങ്കിലും ഉണ്ടാവുമോ? സാർ ആദ്യം എന്നോട്, അതായത് 1.25 വർഷമായി പഠിപ്പിക്കുകയാണ്. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, എന്തിനാണ് ഇയാൾ പഠിക്കുന്നത്? ഞാൻ പറയാൻ മനസ്സിലായി. സാർ 1.25 വർഷം പഠിപ്പിച്ചിട്ടും ഞാൻ സാറിൻ്റെ സ്റ്റുഡൻ്റ് ആണെന്ന് സാറിന് അറിഞ്ഞുകൂടാ. പ്ലാറ്റ്ഫോമിൽ നിന്നാണ് പഠിപ്പിക്കുന്നത്. വരും, പഠിപ്പിക്കും, പോവും. അപ്പോൾ വിദ്യാർത്ഥിയുമായി ഒരു വ്യക്തിബന്ധം, വളരെ വ്യക്തിബന്ധങ്ങൾ വരുന്നുണ്ട്. ചില മിസ്ബിഹേവിയറിനൊക്കെ പിടിക്കും. അങ്ങനെയുള്ളവരെ അറിയാൻ പറ്റും. അങ്ങനെ അല്ലാത്തവരെ ഫ്രണ്ട് ബെഞ്ചിലുള്ളവരെ അറിയും. ഞങ്ങളൊക്കെ ഒരു മിഡിൽ ഇതിലായിരുന്നു ഇരിക്കുക. പൊതുവെ ഫ്രണ്ട് ബെഞ്ചിലിരിക്കാറില്ല. കാര്യം ഫ്രണ്ട് ബെഞ്ചിൽ കുറച്ചുകൂടെ പൊക്കം കുറഞ്ഞവരെയൊക്കെ ആയിരുന്നു. അപ്പോൾ അതേസമയം ഒരു സ്കൂൾ അങ്ങനെയല്ല. സ്കൂളിൽ വ്യക്തിബന്ധങ്ങളുണ്ടാവും. ക്ലാസ്സുകൾ ചെറുതായിരിക്കും. അപ്പോൾ എണ്ണം കുറയുമ്പോൾ തന്നെ വ്യക്തിബന്ധം ഉണ്ടാവും. പിന്നെ മാത്രവുമല്ല, അധികം സ്കൂളുകളിലും ആ സ്കൂളിന് ലോക്കൽ പോപ്പുലേഷനായിട്ട് ലിങ്കുണ്ട്. കാരണം അവിടെ തന്നെയുള്ള കുട്ടികളാണ്. കോളേജ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരാണ്. ലോക്കൽ ബന്ധം കുറവാണ്. തന്നെയല്ല, കോളേജുകൾ അധികവും ഇന്ന് ഒരുപാട് ഗ്രാമീണ പ്രദേശങ്ങളിൽ കോളേജുകളുണ്ട്. അന്ന് കോളേജുകളൊക്കെ നഗരങ്ങളിലാണ് അധികവും, ഗ്രാമങ്ങളിൽ കുറവാണ് കോളേജുകൾ. അപ്പോൾ ഈ +2 വന്നുകൊണ്ടുണ്ടായ അഡ്വാൻറ്റേജ്
എല്ലാ ഗ്രാമങ്ങളിലും സ്കൂളുകളുണ്ടായി. അപ്പോൾ വിദ്യാർത്ഥി സാധാരണ പെൺകുട്ടികളെയൊന്നും, പ്രത്യേകിച്ച് മലബാർ പ്രദേശത്ത് പെൺകുട്ടികളെയൊന്നും അങ്ങനെ ദൂരത്തേക്ക് അയക്കില്ല. അപ്പോൾ തൊട്ടടുത്ത് സ്കൂളുണ്ടെങ്കിൽ അവിടെ പോയി പഠിക്കും. അപ്പോൾ കൂടുതൽ പേര് പഠിക്കുന്നതിന് കാരണമായി. ഈ ലോക്കൽ പോപ്പുലേഷൻ, രക്ഷകർത്താക്കളും അധ്യാപകരുമായിട്ട് ബന്ധം വർദ്ധിച്ചു. അപ്പോൾ തന്നെയല്ല, ടീനേജ് അല്ലേ, ഈ +2 എന്ന് പറഞ്ഞാൽ 15 മുതൽ 17 വയസ്സ് വരെയുള്ള പ്രായമല്ലേ. ടീനേജിലെ ഏറ്റവും റിസ്കി പീരീഡാണ്. അപ്പോൾ ഈ റിസ്കി പീരീഡിലാണ് അതേവരെ പ്രൊട്ടക്റ്റഡ് അറ്റ്മോസ്ഫിയറിൽ ഒരു ക്ലാസ് ടീച്ചർ, ആ ക്ലാസ് ടീച്ചറിന് പേരൻസുമായിട്ട് ബന്ധമുണ്ട്, ഓവറോൾ സൂപ്പർവിഷന് ഒരു ഹെഡ് മാസ്റ്റർ. കോളേജിലെ പ്രിൻസിപ്പളിന് പ്രീ ഡിഗ്രിയിലൊന്നും ശ്രദ്ധിക്കാൻ നേരമില്ല. ഇപ്പം ഞാൻ പഠിച്ചിരുന്നിടത്ത് 10,000-3000 കുട്ടികളുണ്ട്. എല്ലാവരെയും പ്രിൻസിപ്പൾ എങ്ങനെ ശ്രദ്ധിക്കും? അപ്പോൾ ആ പശ്ചാത്തലത്തിൽ കൂടുതൽ പേർക്ക് പഠിക്കാനുള്ള അവസരമുണ്ടായി, കൂടുതൽ ബന്ധങ്ങളുണ്ടായി, ടീനേജ് വരെ ഒരു സ്കൂൾ അറ്റ്മോസ്ഫിയറിൽ പോവുകയും ചെയ്യും. അപ്പോൾ കുറച്ചുകൂടി കൺട്രോൾ ഉണ്ടായി. ഇതിപ്പോൾ പ്രീ ഡിഗ്രിക്ക് കൺട്രോളില്ലാത്ത അവസ്ഥയായി. അതുകൊണ്ട് പ്രീ ഡിഗ്രിയോടെ എനിക്ക് അഭിപ്രായ വ്യത്യാസം. പക്ഷേ സയൻസ് വിഷയങ്ങൾ പഠിച്ചിരുന്നവർ താല്പര്യം കാണിച്ചിരുന്നത് നല്ല ലാബുകളും ഡിഗ്രിക്കും PGക്കും പഠിച്ച അധ്യാപകരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതുമൊക്കെ നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു മറുവാദമുണ്ട്. പക്ഷേ എങ്കിലും ഒരു ഓവറോൾ ഇഫക്റ്റ് എടുക്കുമ്പോൾ +2 സ്കൂൾ ലെവലിൽ വരുത്തുന്നത് തന്നെയാണ് നല്ലത് എന്നുള്ള അഭിപ്രായം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഇംഗ്ലീഷിലേക്കുണ്ടായ ആ വ്യത്യാസം നമുക്ക് മലയാളത്തിൽ ആൻസർ എഴുതാനും പറ്റില്ല. അത് സ്കൂൾ ലെവലിൽ ചെയ്ത അത്രയും എനിക്ക് പ്രീ ഡിഗ്രിക്ക് ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ മോശമല്ലാതെ കടന്നു. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ കണ്ടിന്യൂസ് അസസ്മെൻ്റ് അല്ലെങ്കിലും ടെർമിനൽ എക്സാമിനേഷൻ ഉണ്ടല്ലോ. മാത്രമല്ല ടെർമിനൽ എക്സാമിനേഷൻ ഉള്ളപ്പോൾ സ്കൂൾ ലെവലിൽ വെയിറ്റേജ് എടുക്കുന്നത് അതിനും കൂടി ഒരു വെയിറ്റേജ് കൊടുത്തിട്ടാണല്ലോ എടുക്കുക. ഇത് മൊത്തം 2 വർഷത്തെ അസസ്മെൻറ്റും ഈ 2ാം വർഷം അവസാനിക്കുമ്പോൾ ഇപ്പോൾ ഈ 12 ദിവസത്തെ പരീക്ഷ കൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടത് പലപ്പോഴും നമ്മൾ ഒറിജിനലായിട്ട് എഴുതാൻ, അതായത് കാണാതെ പഠിക്കാതെ പോയി എഴുതുന്നവരെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും സ്കോറിങ് മോശമാക്കിയിട്ടുണ്ട്. ഏതായാലും 73 പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞ അന്ന് ഞങ്ങളുടെ ക്ലാസ്സിൽ എൻ്റെ കൂടെ പഠിച്ചിരുന്നതാണ്. പിന്നീട് MP-യും MLA-യും ഒക്കെ ആയ സുരേഷ് കുറുപ്പ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന. സയൻസ് ബാച്ചിലായിരുന്നു രമേശ് ചെന്നിത്തല പഠിച്ചിരുന്നത്, NSS കോളേജ് പന്തളത്ത് തന്നെ. അന്ന് സത്യത്തിൽ ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് ഇപ്പോൾ രമേശ് ചെന്നിത്തല എത്തിയ ഒരു ഔന്നത്യത്തേക്കാൾ ഈ സുരേഷ് കുറുപ്പ് ഔന്നത്യത്തിലെത്തും എന്നാണ്. അന്ന് NSS കോളേജിലെ പ്രധാനപ്പെട്ട സംഘടനകൾ KSUവും SFIയും തന്നെയായിരുന്നു. ചങ്ങനാശ്ശേരിയിൽ KSC ശക്തമാണ്, പക്ഷെ അവർ SB കോളേജിലാണ് KSC എന്ന് പറഞ്ഞാൽ കേരള കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി വിഭാഗം. അപ്പോൾ അന്ന് ഈ രമേശ് ചെന്നിത്തല രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ബാലയന സഖ്യത്തിലൂടെ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. രമേശ് ചെന്നിത്തല ഈ ഉമ്മൻചാണ്ടിയും ബാലയന സഖ്യത്തിൻ്റെ ഒരു ഔട്ട്പുട്ടായിരുന്നില്ല. അതേപോലെ രമേശ് ചെന്നിത്തലയും ബാലയന സഖ്യത്തിൻ്റെ ഒരു ഔട്ട്പുട്ടാണ് മനോരമ നടത്തിയത്. പക്ഷെ അന്നൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് ഈ അന്ന് അവിടുത്തെ ഒരു പ്രധാന എന്ന് പറയുക കോട്ടയം ജില്ലയിലെ തന്നെ ഒരു പ്രധാന ലീഡറാണ് G. രാമൻ നായർ. G. രാമൻ നായർ പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും ഒക്കെ ആയി. പക്ഷെ അന്ന് ഞങ്ങളുടെ ഒരു കണക്ക് കൂട്ടലനുസരിച്ച് ഒരു MLA-യോ മന്ത്രിയോ ആവാൻ കൂടുതൽ ചാൻസ് G. രാമൻ നായർക്കായിരുന്നു. ശരി, G. രാമൻ നായർ ആ നിലയിലേക്ക് വന്നില്ല. രമേശ് ചെന്നിത്തല അന്ന് ഞാൻ കണ്ടുണ്ട് G. രാമൻ നായരുടെ മുന്നിൽ വളരെ ഭവ്യതയോടെ നിൽക്കുന്നത് ഞാൻ 71-73 കാലഘട്ടത്തിൽ കണ്ടിട്ടുണ്ട്. പിന്നീടാണ് രമേശ് 78
കോൺഗ്രസ്സിൽ വീണ്ടും ഒരു സ്പ്ലിറ്റ് ഉണ്ടായി അഖിലേന്ത്യാ തലത്തിൽ. ആ സ്പ്ലിറ്റിൽ ആണ് രമേശ് കർണാടക വിഭാഗത്തോടെ നിന്നതാണ് ആ എലിവേഷൻ ഉണ്ടാകാനുള്ള കാരണം. അത് ഒരു പൊതുവിഷയമായതുകൊണ്ട് അതിലേക്ക് ഞാനിപ്പോൾ കൂടുതൽ കടക്കുന്നില്ല.